ഭാഗവതത്തോണിയിലേറി ഭഗവാനിലേക്കൊരു ഭക്തിയാത്ര എന്ന ശ്രീമദ് ഭാഗവതാസ്വാദന ത്രിപക്ഷയജ്ഞത്തിൽ നാം ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം ഭഗവാന്റെ ലീലകളെ നമുക്ക് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്, മോക്ഷസ്കന്ധമാണ്. അവിടെ ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള വാണികൾ ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഉദ്ധവഗീത എന്നുള്ള രീതിയിൽ വളരെ വിശദമായി ഭഗവാൻ തൻ്റെ പ്രിയഭക്തനായ ഉദ്ധവന് നൽകുന്ന ഉപദേശം, അതാണ് ഏകാദശത്തിൻ്റെ കാതലായി നിൽക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ ഓരോ ഭക്തനെയും ഓരോ ശ്രോതാവിനെയും കൈപിടിച്ചുയർത്തുന്ന നാരദൻ്റെ വാക്കുകളാണ്. നാരായണൻ്റെ വാക്കുകൾക്ക് മുമ്പ് നാരദൻ്റെ വാക്കുകൾ, അതാണ് നിമിനവയോഗി സംവാദ രൂപത്തിലുള്ള വസുദേവ നാരദ കഥാകഥനം. അവിടെയും ഭാഗവത തത്വങ്ങളെക്കുറിച്ചും എങ്ങനെ മായയെ ജയിക്കാമെന്നും ഏതൊക്കെ യുഗങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രംഗം. അതിന് മുന്നോടിയായി ഏറ്റവും ആദ്യം യാദവന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്ത് അല്ലെങ്കിൽ നാശം, അതും ഭഗവാന്റെ സങ്കല്പമാണ്, കാലരൂപിയായിരിക്കുന്ന ഭഗവാന്റെ സങ്കല്പം. ആ സങ്കല്പത്തിന് കാരണമായിട്ടുള്ള മഹർഷിമാരുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞും കൊണ്ടാണ് ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ 6 അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ ഭാഗവതത്തോണിയിൽ ആ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. അതിനുശേഷം ആ രംഗങ്ങളൊക്കെ നമുക്ക് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാം. ഇവിടെ പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. യദുവംശം നശിച്ച താം കഥയെ ചൊല്ലുന്നു. പിന്നെ യാദവന്മാർ പിണ്ടാരക തീർത്ഥത്തിലെത്തി. അപമാനിച്ചല്ലോ സാമ്പൻ മുനിമാരെ ഗർഭിണി പോലവരുടെ ശാപം വംശനാശഹേതുവായി. നാരദനോടു ചോദിച്ചു വസുദേവൻ ഭാഗവതം മുനി ചൊല്ലി നിമി നവയോഗി സംവാദം. കവിയും ഹരിയും മറുപടി പറഞ്ഞല്ലോ ആദ്യം. ആത്യന്തിക ശ്രേയസ് സജ്ജന ലക്ഷണം. മായയെന്ത് അന്തരീക്ഷൻ മായാജയം പ്രബുദ്ധനും. മായാനാഥൻ എവിടെ പിപ്പലായനനും. കർമ്മയോഗത്തെ കുറിച്ചു പാടിയല്ലോ ആവിർഹോത്രൻ. പൂജാവിധി ശ്രേഷ്ഠമെന്നും പറഞ്ഞിടുന്നു. പൂജാവിധി പറയുമ്പോൾ പൂജയ്ക്കു എളുപ്പമായി അവതാര രൂപങ്ങളെ പറഞ്ഞിടുന്നു. ദ്രുമിളനാം നവയോഗി വിശദമായി പറയുന്നു ഭഗവാന്റെ ദിവ്യമായ അവതാരങ്ങൾ. ഭജിക്കാത്ത ജനങ്ങളോ നരകത്തിലേക്കു പോകും. ചമസനാം നവയോഗി പറഞ്ഞു പിന്നെ. ഭജനത്തിൻ കാലത്തെയും കരഭാജനൻ പറഞ്ഞു. ഭക്തി നേടി വസുദേവർ കൃതാർത്ഥനായി. ബ്രഹ്മരുദ്രദേവാദികൾ ഒരു ദിനമൊത്തു ചേർന്നു. ബ്രഹ്മേശനെ കാണാൻ ദ്വാരകയിലെത്തിനാൻ. സ്വധാമഗമനത്തിനായി പ്രാർത്ഥിച്ചവർ ഭഗവാനോ വംശനാശത്തിനുറച്ചു ഉദ്ധവനെത്തി. നാരായണ 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 രാധാ ഗോവിന്ദ. കൃഷ്ണ ഗുരുപവനേശ്വര
കരുണാസാഗരാ ശ്രുതജന പാലക ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം സദാ പാലയ മാം. അനുദിനമവിടുത്തെ തിരുനാമം പാടാനടിയനു വരമേകൂ. അനുപമ സുന്ദരമാം നിൻ രൂപം കാണാനടിയനു തുണയേകൂ. മധുര മനോഹര മുരളീഗാനം കേൾക്കാനടിയനു കാതേകൂ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ആപത്തുകളിൽ പെട്ടുഴലുമ്പോൾ ആശ്വാസ കുളിർ കാറ്റായി നീ. അഗ്നിയിൽ വെന്തു പിടഞ്ഞിടുമ്പോൾ കാരുണ്യാമൃതമഴയായി നീ. ആനന്ദാമൃത ഗംഗയിൽ മുക്കി ആത്മജ്യോതി തെളിച്ചു നീ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ഇന്നെൻ മനമൊരു ഗോകുലമാക്കി നന്ദകിശോരാ നീ വരുമോ. ഇന്നെൻ ദർപ്പഭണത്തിൻ മുകളിൽ കാളിയമർദ്ദനമാടാമോ. ഇന്നെൻ കാമന തീർത്തിടാനായി പുതിയൊരു വേഷമെടുക്കാമോ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ഈരേഴുലകും കാലടിയാലെ ഈരടിയായി അളന്നവനെ. ബ്രാഹ്മണ വേഷമണിഞ്ഞു ബലിയുടെ ദർപ്പം നീക്കിയ ഈശ്വരനെ. ഓലക്കുടയും ഓടക്കുഴലും ഒരുപോൽ കയ്യിൽ ധരിച്ചവനെ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ഉജ്ജ്വല നരഹരി രൂപം കെട്ടി ഉരലിൽ കെട്ടിയ ബാലകനായി. ഉലകിൻ ദുരിതം തീർത്തിടാനായി പലവിധ വേഷമണിഞ്ഞു നീ. വെണ്ണയെടുത്തു ഭുജിക്കും പോലെ മണ്ണു ഭുജിച്ചൊരു ബാലകനെ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ഊതും കുഴലും കാലിക്കോലും കൈകളിലേന്തിയ നേരത്തും ഗുരുപത്നിക്കായി വിറകിനു പോയി കാട്ടിലലഞ്ഞൊരു നേരത്തും. എന്തൊരു ഭംഗി നിന്നെ കാണാൻ എൻ മണിവർണ്ണ ഗോപാല. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. ഋഷിമാർ പോലും മോഹിക്കുന്നൊരു വൃഷഭേശ്വരനാം ദേവൻ നീ. ഗോപി മാനസമലരുകൾ തേടും കാർമുകിൽ വർണ്ണൻ ഭ്രമരം നീ. ഭക്തന്മാരുടെ പാട്ടുകൾ കേട്ടാൽ ആടും നർത്തകനും നീയേ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം. എത്ര വിചിത്രം നിന്നുടെ രൂപം എങ്ങിനെയടിയൻ വർണ്ണിക്കും. പണ്ഡിതനായൊരു മേൽപ്പത്തൂരും പതറി പലകുറി നിൻ മുന്നിൽ. അപ്പോഴെല്ലാം തൂലിക മുനയിൽ അക്ഷരമായി നിറഞ്ഞവനെ. ജയ ജയ ഹേ ഗുരുവാതപുരീശ്വര ഭാഗവത പ്രിയ പാലയ മാം.
ഏറെ നാളായി മോഹിക്കുന്നു നിന്നുടെ രൂപം കണ്ടിടാൻ, ഏറെ ദിനമായി ദാഹിക്കുന്നു നിന്നുടെ നാദം കേട്ടിടാൻ. എന്നാണെന്നുടെ മുന്നിൽ നിറയുക പൊന്നോടക്കുഴൽ നാദവുമായി. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഐഹിക ദുഃഖതമസ്സിൽ നീയൊരു വിജ്ഞാനത്തിൻ നിറദീപം, കൈനിറയെ വരമെന്നും നൽകും കൈടഭജിതനാം ഈശ്വരനെ. കാലിൽ വീണു നമിക്കും ഭക്തനെ വാരിയെടുക്കും കാരുണ്യം. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഒരു പിടിയവിലും കൊണ്ടങ്ങെത്തിയ സ്നേഹിതനാകും ബ്രാഹ്മണനെ ഐശ്വര്യത്തിൻ നിറകുടമാക്കി അക്ഷയഭക്തി പകർന്നോനെ. ഭക്തന്മാരുടെ ഹൃദയം സ്വന്തം ശ്രീലകമാക്കും വിഗ്രഹമേ. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഓടക്കുഴലിൻ നാദം കേട്ടാൽ ഓടിയടുക്കും ഗോവൃന്ദം, കാൽത്തളമെല്ലെ ചിരിച്ചിടുമ്പോൾ യമുനാ നദിയും കാതോർക്കും. മോഹനമാം നിൻ മോഹിനി രൂപം കാണാനടിയനിൽ കനിവേകൂ. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഔന്നത്യത്തിൻ കൊടുമുടി കയറിയിരിക്കും നേരത്തായാലും, ദാരിദ്ര്യപ്പെടുകുഴിയിൽ വീണു കിടക്കും നേരത്തായാലും. ഭഗവൽ കഥകളെ മനനം ചെയ്യാൻ ഭാഗ്യമെനിക്കു ലഭിക്കേണേ. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. അംബരസമമാം നിന്നുടെ ദേഹം പീതാംബരമോ നിൻ വേഷം, അംബുജമല്ലോ നിൻ കരതാരിൽ അംബുജലോചന ശ്രീകൃഷ്ണ. ധർമ്മം പുലരാൻ മാതുലനെയും യമപുരി ചേർത്തൊരു സകലേശ. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. അക്ഷരമലരുകൾ ചേർത്തു കൊരുത്തൊരി മാല്യം ഭക്ത്യാ ഞാൻ നൽകാം. ക്ഷരമാമെന്നുടെ ജീവനെ നിത്യം അക്ഷരമാക്കുക ഭഗവാനേ. ശ്രീഹരി മാധവ കേശവ വിഷ്ണു സുരജനവന്ദിത പാർത്ഥ സഖേ. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഗുരുപവനേശ്വര കരുണാസാഗര ശ്രിതജനപാലക പാലയമാം. ജയ ജയ ഹേ ഗുരുവാദപുരീശ്വര ഭാഗവത പ്രിയ പാലയമാം. ഭാഗവത പ്രിയ പാലയമാം. ഭക്തജന പ്രിയ പാലയമാം. ഭാഗവത പ്രിയ പാലയമാം. ഭക്തജന പ്രിയ പാലയമാം. ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ സ്വകുലം വിഭൂ. സത്യസങ്കൽപ്പനായിരിക്കുന്ന സത്യസ്വരൂപനായ ഭഗവാൻ ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് ബ്രാഹ്മണ ശാപവ്യാജേന യദുകുലത്തെ ഇല്ലാതെയാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതിനെ സംഹരിച്ചു. കാരണം എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടും യാദവ സൈന്യത്തോടും കൂടി അധർമ്മികളായിരിക്കുന്ന രാജാക്കന്മാരെ നിഗ്രഹിച്ചു, ഭൂമിയുടെ ഭാരത്തെ തീർത്തു, ദുര്യോധനാദികളിൽ വൈരത്തെ ഉണ്ടാക്കി പാണ്ഡവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ
പാണ്ഡവന്മാരെ നിമിത്തമാക്കി ഭഗവാൻ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും വന്നു ചേർന്ന രാജാക്കന്മാരെ 18 അക്ഷൗഹിണി സൈന്യത്തെ സംഹരിച്ചു. ദുഷ്ടന്മാരെ യാദവന്മാരെ കൊണ്ട് കൊല്ലിച്ചു. ഭഗവാൻ ഇപ്പോൾ ആലോചിച്ചു, ഈ ഭൂഭാരം ഇപ്പോൾ കുറേയൊക്കെ നശിച്ചു കഴിഞ്ഞു. എങ്കിലും യാദവന്മാർ ബാക്കിയുണ്ട്. അവർ ഭഗവാനുമായി ചേർന്നതുകൊണ്ട്, ഭഗവാനെ ആശ്രയിച്ചതുകൊണ്ട് അവരെ നിഗ്രഹിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. താൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കണു. താൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതേ യാദവന്മാർ തന്നെ ദുഷ്ടന്മാരായി തീർന്നേക്കാം. അവരിൽ അഹങ്കാരമുണ്ടായേക്കാം. അതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ കലഹമുണ്ടാക്കി അവരെ പരസ്പരം സംഹരിപ്പിക്കാം. അതിലൂടെ ഋഷീശ്വരന്മാരെ, സജ്ജനങ്ങളെ കളിയാക്കുന്നതിൻ്റെ ഗൗരവം, അതിൻ്റെ ആ കുഴപ്പങ്ങൾ അതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതിങ്ങനെ ഭഗവാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ ആ ഭഗവാന്റെ ദിവ്യമായ സൗന്ദര്യം, ശരീരലാവണ്യം കൊണ്ട് ഭഗവാൻ മനുഷ്യരുടെ കണ്ണുകളെ അപഹരിച്ചു. ഭഗവാനെ കണ്ട കണ്ണുകളെ കൊണ്ട് പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആർക്കും തോന്നാതെയായി കഴിഞ്ഞു. തൻ്റെ പാദാരവിന്ദങ്ങളെ കൊണ്ട് അവയെ കാണുന്നവരുടെ കർമ്മങ്ങളെയും ഭഗവാൻ അപഹരിച്ചെടുത്തു. ഭഗവത് പാദാരവിന്ദങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകൾ ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ മറന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ഈ ലീലകൾ കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്ത് ഭക്തി വളർന്ന മനുഷ്യൻ അജ്ഞാനത്തെ മറുകര കടന്നുകൊള്ളും എന്ന് ഭഗവാൻ ഉറപ്പായി പരമധാമത്തിലേക്ക് ഭഗവാൻ തിരിച്ച് പോവാൻ തീർച്ചപ്പെടുത്തി. അല്ലെങ്കിൽ തിരിച്ചു പോയി എന്ന ആശ്രയിച്ച ബ്രഹ്മർഷി പറയണത്. പരീക്ഷിത്ത് ചോദിച്ചു, എന്താണ് ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ലീലകൾ? ഭഗവാന്റെ ഓരോ ലീലയും പുണ്യത്തെ വളർത്തുന്നതാണ്, ലോകത്തിന് മംഗളമുണ്ടാക്കുന്നതാണ്, കലികാല ദോഷങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാൻ സ്വന്തം വംശത്തെ സംഹരിക്കണു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കൽ ചില മഹർഷീശ്വരന്മാർ ദ്വാരകയിൽ ഭഗവാനെ കാണാൻ വന്നു. കുറച്ചു കാലം അവരവിടെ താമസിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് അവർ പിണ്ടാരക തീർത്ഥക്കരയിൽ ഇരിക്കണു. വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസസ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, നാരദൻ, വസിഷ്ഠൻ, അത്രി തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. ഈ സമയത്താണ് ഭഗവാന്റെ മക്കളും ഒക്കെ അടങ്ങിയ യാദവ കുട്ടികൾ, അതിൽ ജാമ്പവതിയുടെ പുത്രനായ സാമ്പനെ അവരൊരു സ്ത്രീവേഷം കെട്ടിച്ച് ഇവരുടെ മുമ്പിലെത്തിച്ചു. എന്നിട്ട് ആ ബ്രാഹ്മണരുടെ അടുത്ത് അവിനീതാവിനീതവൽ എന്നാണ് ഭാഗവതം പറയണത്. ഒട്ടും തന്നെ വിനയമില്ലാത്ത അവർ വിനയമുള്ളവരെ പോലെ അവരോട് ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നിങ്ങൾ ത്രിലോകജ്ഞാനികളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, ത്രികാലജ്ഞാനികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഈ സ്ത്രീ ഗർഭിണിയാണ്. ദാ ആ മരത്തിന് പുറകിൽ അവൾ നാണം കൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. അപ്പോൾ അവൾക്ക് ഒരു പുത്രനുണ്ടായാൽ കൊള്ളാം എന്നുണ്ട്. ഇവിടെ ചോദിക്കുകയാണ്, കിംസിൽ സഞ്ജനയിഷ്യതി പ്രസോഷ്യന്തി പുത്രകാമ. കുട്ടി ഉണ്ടാവണം, ഒരു ഉണ്ണി ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. എന്താണ് പ്രസവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. നാണം കൊണ്ടാണ് ഇവൾ വരാത്തതെന്നൊക്കെയാണ് പറയണത്. ഏതായാലും ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. നിങ്ങളുടെ വംശനാശത്തിന് കാരണമായ ഒരു ഇരുമ്പൊലക്കെയാണ് പ്രസവിക്കുക, മുസലം കുലനാശനം എന്നങ്ങനെ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു. നമ്മൾ പറയില്ലേ, ദേഷ്യം വരുമ്പോൾ ഒലയ്ക്ക എന്ന് പറയും, അത് തന്നെയാണ് പറഞ്ഞത്. മഹർഷിമാർ അവിടുന്ന് ഭഗവാന്റെ സങ്കല്പത്തെ മനസ്സിലാക്കി, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോകാൻ തീർച്ചപ്പെടുത്തി മഹർഷിമാരൊക്കെ അവിടുന്ന് പോവുകയും ചെയ്തു. യാദവ ബാലന്മാരെ അല്ലെങ്കിൽ ഭഗവാന്റെ പുത്രന്മാരൊക്കെ ഓടി വന്നു. സാമ്പൻ്റെ ആ സ്ത്രീവേഷം അഴിച്ചു നോക്കിയപ്പോൾ ഒരു ഇരുമ്പൊലയ്ക്ക കണ്ടു. അവർ നേരെ ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് പോയത്. ഭഗവാന്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയില്ല. രാജാവിൻ്റെ മുമ്പിൽ ഇരുമ്പൊലയ്ക്ക വെച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ബ്രാഹ്മണ ശാപം പാഴായിത്തീരില്ല, അവർക്കറിയാം. ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞു, ഇരുമ്പൊലയ്ക്ക രാവിപ്പൊടിച്ചു സമുദ്രത്തിൽ കലക്കുക. അപ്പോൾ ഇനി രാവാൻ പറ്റാത്ത വിധം ഒരു കഷ്ണം വന്നുല്ലോ, അത് സമുദ്രത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞോളാനും പറഞ്ഞു. ഏതോ തിന്നാനുള്ള വസ്തുവാണെന്ന് കരുതി ഇരുമ്പ് കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. രാവിപ്പൊടിച്ച ആ സമുദ്രത്തിലെ ഇരുമ്പുലക്ക പൊടികളൊക്കെ തിരമാലകൾ കൊണ്ട് വീണ്ടും കരയിലേക്ക് അടിക്കപ്പെട്ടു. പ്രഭാസതീർത്ഥക്കരയിൽ ഏരകപ്പുല്ലുകളായി അത് മാറി വളർന്ന് വരാൻ തുടങ്ങിയെന്നാണ്. ഇരുമ്പ് കഷ്ണം വിഴുങ്ങിയ മത്സ്യത്തെ ചില മുക്കുവന്മാർ പിടികൂടി അവരത് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. ബാക്കി വന്ന അതിന് കിട്ടിയ ഇരുമ്പ് കഷ്ണം അവർ ഒരു കാട്ടാളന്, ജര എന്നൊരു കാട്ടാളന് കൊടുത്തു. കാട്ടാളൻ ശരമുണ്ടാക്കി അതിൻ്റെ തലയിൽ മൂർച്ചയ്ക്കായിട്ട് ഇരുമ്പ് കഷ്ണം വെച്ചു പിടിപ്പിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ്. ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ, ഭഗവാൻ എല്ലാം അറിയാം.
വിജ്ഞാതാർത്ഥോപി, എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. കാലരൂപി അന്വമോദത, എന്തിന് അനുമോദിക്കുകയാണ് ചെയ്തത്. കാലസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ കാലം കൊണ്ട് തൻ്റെ വംശത്തിനു കൂടി നാശം സംഭവിക്കും എന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ. അപ്പോൾ ഈ നശിക്കുന്ന ലോകത്ത് നശിക്കാത്തതായി, അച്യുതമായി, അനശ്വരമായി, അക്ഷയമായി ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭാഗവത ധർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു തരിക കൂടിയാണ്. പരീക്ഷത്തിന് ശ്രീ ശുബ്രഹ്മർഷി അതിങ്ങനെ പറഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ രക്ഷയിൽ കഴിയുന്ന ദ്വാരകയിലേക്ക് നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് വരും പരീക്ഷത്തെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കാലം അവിടെ താമസിക്കും. അങ്ങനെ താമസിച്ച് കുറേ കഴിയുമ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് അതിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് അവിടുന്ന് മഹതി എന്ന വീണ മഹത്തരമായി വീട്ടിക്കൊണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ ഉറക്കുറക്കെ പാടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കും. കുറേ കഴിയുമ്പോൾ തിരിച്ചു വരും. ഇങ്ങനെയാണ് പതിവ്. ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ ആ വസുദേവരുടെ ഗൃഹത്തിലേക്ക് ചെന്നു. വസുദേവർ അദ്ദേഹത്തെ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ ഒരു ഗൃഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നത്. ദേവന്മാർ അവരെ ഭജിക്കുന്നവരെ മാത്രമാണ് അനുഗ്രഹിക്കുക, സേവിക്കാത്തവരെ അനുഗ്രഹിക്കില്ല. എന്നാൽ അങ്ങേപ്പോലുള്ള സജ്ജനങ്ങൾ എല്ലാവർക്കും എപ്പോഴും സുഖം വേണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഏകാദശാക്ഷരി മന്ത്രം ഹൃദയമന്ത്രമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പൂർവ്വജന്മത്തിൽ വളരെ കാലം തപസ് ചെയ്തുകൊണ്ടാണത്രേ ഭഗവാൻ എൻ്റെ പുത്രനായിട്ട് അവതരിച്ചത്. ഭഗവാനെ പുത്രനായിട്ട് ലഭിച്ചിട്ടും എൻ്റെ ഭയത്തിനും ദുഃഖത്തിനും ഒരു കുറവ് വന്നിട്ടില്ല. ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭയമില്ലാതെയായിട്ട് തീരുമെന്നും അതേപോലെ ദുഃഖസ്വരൂപമായ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ ആ ഭാഗവത ധർമ്മങ്ങളെ ഒന്ന് ഉപദേശിച്ചു തരണം, അതിന് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ. ഇതാണ് യഥാർത്ഥ ശ്രോതാവിൻ്റെ ഒരു രീതി. എനിക്കത് കേൾക്കാൻ, എനിക്കത് അനുഭവിക്കാൻ അർഹതയുണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് വസുദേവര് അദ്ദേഹത്തോട് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിച്ചു. വസുദേവരുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ നാരദ മഹർഷി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, വസുദേവ മഹാശയ, വളരെ നന്നായി അങ്ങയുടെ ചോദ്യം. കാരണം ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെ പറ്റിയാണ് അങ്ങ് ചോദിച്ചത്. വളരെ ഉചിതമായി. കേൾക്കുകയോ പറയുകയോ വിചാരിക്കുകയോ ചെയ്താൽ തന്നെ പരമപാപികളെ പോലും പവിത്രീകരിക്കുന്നതാണ് ഭാഗവത ധർമ്മങ്ങൾ. അങ്ങിപ്പോൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് എനിക്കെന്താ ഗുണമുണ്ടായത്? കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യത്തെ നൽകുന്നതാണ് ഭാഗവത ധർമ്മം. അപ്പോൾ എനിക്ക് ആ നാരായണനെ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്മരിക്കാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തന്നു. ഇതിന് അത്രാപ്യുദാഹരന്തിയും ഇതിഹാസം പുരാതനം. ഞാൻ ഇതിന് യോജിച്ച ഒരു സംഭവത്തെക്കുറിച്ച്, പണ്ട് ഋഷഭപുത്രന്മാരായിരിക്കുന്ന നവയോഗികളും വിദേഹരാജാവും തമ്മിൽ നടന്ന ഒരു സംവാദം, നിമി എന്ന മഹാരാജാവും തമ്മിൽ നടന്ന സംവാദം ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞു, സ്വയംഭുമനുവിൻ്റെ മകൻ പ്രിയവ്രതൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അഗ്നിധ്രൻ, അഗ്നിധ്രൻ്റെ മൂത്ത മകൻ നാഭി, നാഭിയുടെ മകൻ ഋഷഭൻ, അത് ഭഗവാന്റെ തന്നെ അവതാരം. ആ ഋഷഭദേവന് 100 മക്കളുണ്ടായിരുന്നു. മൂത്ത ആള് മഹായോഗിയായിരിക്കുന്ന ഭരതൻ. ഭരതൻ്റെ ഭരണത്തിനു ശേഷം ഈ അജനാഭവർഷം ഭാരതം എന്നറിയപ്പെടാൻ തുടങ്ങി. ഭരതൻ രാജ്യഭാരം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് 3 ജന്മം കൊണ്ട് മുക്തനായിട്ട് തീർന്നു. ഭരതൻ്റെ അനുജന്മാർ 9 പേര് 9 ദ്വീപുകളുടെ ഭരണകർത്താക്കളായിട്ട് തീർന്നു. 81 പേര് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരായി മാറി. ഋഷഭദേവൻ്റെ ബാക്കിയുള്ള 9 പുത്രന്മാർ, അവരാണ് നവയോഗികൾ എന്നറിയപ്പെടുന്നത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ 9 പേരുടെ പേര് അവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ശ്രീ ബ്രഹ്മർഷി പരീക്ഷത്തിനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പഞ്ചമസ്കന്ധത്തിൽ അങ്ങയോട് പറഞ്ഞു, അവരെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാമെന്ന്. അതാണിപ്പോൾ പറയാൻ പോണത്. ഈ 9 പേരും ആത്മാരാമന്മാരായിരിക്കുന്ന അവർ, പരമഹംസ പരിവ്രാജകന്മാരായിരിക്കുന്ന അവർ, ഒരിക്കൽ യദൃച്ഛയാ നിമി മഹാരാജാവിൻ്റെ യാഗശാലയിലേക്ക് കടന്നു ചെന്നു. യാഗശാലയിലെത്തിയ അവരെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം പാദപൂജ ചെയ്തും അവർക്ക് വേണ്ടതായിട്ടുള്ള സിംഹാസനമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ, ആ 9 പേരെയും അദ്ദേഹം വേണ്ടതുപോലെ ആദരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാരാണ് നിങ്ങൾ. ഭഗവത് ഭക്തന്മാർ ലോകത്തെ പവിത്രീകരിക്കാനായി സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാണ് ഭഗവത് ഭക്തന്മാരെന്നാണ് പറയുക.
മനുഷ്യജന്മം എത്രയോ ദുർലഭമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലും ദുർലഭമാണ് പരമഹംസന്മാരായിരിക്കുന്ന പരമജ്ഞാനികളായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ സാധിക്കുക. അതിൽ ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. നിങ്ങൾ 9 പേരും നവരത്നങ്ങളെപ്പോലെ ശോഭിക്കുന്ന, നവഗ്രഹങ്ങളെപ്പോലെ ശോഭിക്കുന്ന 9 പേര് നിങ്ങളിതാ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഭാഗവത ധർമാചരണം കൊണ്ട് ഈശ്വരന് ശരണാഗതിയാകാൻ കഴിയുമെന്നും അതാണ് അത്യുത്തമമായ ശ്രേയസ്സെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെ ഞാൻ അർഹനാണെങ്കിൽ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കവി എന്ന യോഗീശ്വരൻ, കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഈ 9 പേരിൽ ആദ്യത്തെ ആള് കവി പറഞ്ഞു, അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നശിക്കുന്ന ശരീരമാണ് താൻ എന്ന തോന്നലാണ് ഭയത്തിനും ദുഃഖത്തിനും പ്രധാന കാരണം. ഭഗവാന്റെ പാദസേവനം കൊണ്ട് ശരീരാഭിമാനം നീങ്ങിക്കഴിഞ്ഞാൽ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അജ്ഞന്മാരായിട്ടുള്ള ജീവന്മാർക്ക് എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാനായി ഭഗവാൻ ഉപദേശിച്ച അനുഷ്ഠാനങ്ങളാണ് ഭാഗവത ധർമ്മങ്ങൾ. ഭഗവാനിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ശുദ്ധമായതുമായിട്ടുള്ള രാജപാതകളാണ് ഇത്. ശ്രദ്ധയോടെ അത് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വഴിതെറ്റില്ല, അധപ്പതനം ഉണ്ടാവില്ല. തൻ്റെ സ്വഭാവമനുസരിച്ച് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ, എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഭഗവാൻ സന്തോഷിക്കണേന്ന് വിചാരിച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പോൾ ഈശ്വരസ്മരണയോടുകൂടി ചെയ്യുമ്പോൾ ഈശ്വരസ്മരണയ്ക്കാവും പ്രാധാന്യം, കർമ്മത്തിനാവില്ല. കർമ്മം വെറും യാന്ത്രികം മാത്രമായിട്ട് തീരും. ഈശ്വരനിൽ നിന്ന് വിമുഖരായി ജീവിക്കുന്നവരെ ഭഗവാന്റെ മായ ബാധിക്കും. മായയ്ക്ക് 2 ശക്തികളുണ്ട്. ആവരണ ശക്തിയുണ്ട്, വിക്ഷേപശക്തിയുണ്ട്. ആവരണ ശക്തി കൊണ്ട് ആത്മസ്വരൂപം മറയപ്പെടുന്നു, വിക്ഷേപശക്തി കൊണ്ട് ശരീരമാണ് താൻ എന്ന് തോന്നലുണ്ടാവുന്നു. അപ്പോൾ ഈ ശരീരാഭിമാനമാണ് എന്നും നമ്മുടെ ദുഃഖത്തിനും ഭയത്തിനും കാരണം. ആത്മവിസ്മൃതിയും ശരീരാഭിമാനവും ആരുടെ മായ കൊണ്ടാണോ ആ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. എങ്കിലേ ഭയനിവൃത്തി ഉണ്ടാവുള്ളൂ. ആത്മാവ് തന്നെയാണ് ഗുരുവായും ഇഷ്ടദേവനായും വിളങ്ങുന്നതെന്ന ഭേദഭാവനയില്ലാതെ ഒന്ന് തന്നെയാണെന്ന് കരുതിക്കൊണ്ട് ഈശ്വര ഭജനം കൊണ്ട് മായയെ നിവർത്തിക്കാൻ സാധിക്കും. കവി പറയുകയാണ്, ഇപ്പോൾ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളാണ് സ്വപ്നത്തിലും മനോരാജ്യത്തിലെന്നതുപോലെ ആത്മാവായ തന്നിൽ ഇല്ലാത്ത പ്രപഞ്ച പ്രതീതിയെ ജനിപ്പിക്കുന്നത്. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന തോന്നൽ ഉറപ്പാവും. തന്നിൽ നിന്ന് അന്യമായി ചിലതുന്നുണ്ടെന്നുള്ള തോന്നലാണ്, അല്ലേ, താൻ അല്ലാതെ വേറൊന്നുണ്ട് എന്ന് തോന്നലാണ് നമുക്ക് ഭയത്തിന് കാരണമാവുന്നത്. ഇത് എങ്ങനെ സാധിക്കും എന്നാണെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവാന്റെ ലീലകൾ കേൾക്കുക, കീർത്തിക്കുക, നിസ്സംഗരായി സഞ്ചരിക്കുക. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് വരുന്ന ശബ്ദാദി വിഷയങ്ങളാണ് കർമ്മവാസനകളായിട്ട് തീരുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ട് മതിയാവണില്ല, ചെവി കൊണ്ട് കേട്ടിട്ട് മതിയാവണില്ല, ത്വക്കുകൊണ്ട് സ്പർശിച്ചിട്ട് മതിയാവണില്ല. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ കർമ്മവാസനകൾ ഉള്ളിലേക്ക് വരാതെയാവും. ഭഗവാന്റെ മഹിമകളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന ഭക്തി വർദ്ധിക്കുമ്പോൾ മനസ്സിൽ സ്വതേയുള്ള വാസനകൾ നശിക്കും. കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിൽ അടങ്ങും. അങ്ങനെ ആത്മാവായ തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിൻ്റെ പ്രതീതി പോലും ഇല്ലാതെയായിട്ട് തീരും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ തിരുനാമങ്ങൾ, ലീലകൾ ഒക്കെ ഉള്ളിത്തട്ടി കീർത്തിക്കുമ്പോൾ ക്രമേണ ഭക്തി വളരും, ഹൃദയം അലിയും. ഈ അവസ്ഥയിലെത്തുന്ന ഭക്തൻ ചിലപ്പോൾ പ്രഹ്ലാദൻ്റെ കഥയിൽ നമ്മൾ കേട്ടു, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഉറക്ക കരയും, ചിലപ്പോൾ പാടും, ചിലപ്പോൾ ആടും. ഇതൊക്കെ ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ വിസ്മരിച്ച ഭക്തൻ്റെ അലൗകികമായിട്ടുള്ള ചേഷ്ടകളാണ്. ഇത് സ്വാഭാവികമായിട്ടുണ്ടാവണം, സഹജ സ്വഭാവമാവണം. അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്നത് മാത്രമല്ല ഭക്തി. സ്വാഭാവികമായിട്ട് കണ്ണിൽ വെള്ളം നിറയുന്നു, സ്വാഭാവികമായിട്ട് ദേഹത്ത് രോമാഞ്ചമുണ്ടാവുന്നു, താൻ തന്നെ മറക്കണു. ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് കേൾക്കുമ്പോൾ അറിയാതെ കണ്ഠത്തിൽ നിന്നും ഗോവിന്ദ എന്ന ത്രക്ഷരി ഉയരുന്നു. നാരായണ എന്ന 4 അക്ഷരം നാവിൽ ഉയരുമ്പോഴേക്കും നാണം വിട്ട് ആ നാരായണൻ്റെ
പാദങ്ങളെ ഹൃദയത്തിൽ കാണാറാവുന്നു. ഭക്തി വളരാനുള്ള ശ്രവണകീർത്തനങ്ങളോട് ഒന്നിച്ചു തന്നെ അജ്ഞാനം നീങ്ങാനുള്ള സാധനയും വേണം എന്ന് പറയുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, സകല ജീവജാലങ്ങൾ, ദിക്കുകൾ, നദികൾ, സമുദ്രങ്ങൾ തുടങ്ങിയ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ശ്രുതിഗീതയിൽ പറഞ്ഞതുപോലെ, ആഭരണങ്ങളെ സ്വർണമായി കാണുന്നത് പോലെ ഭഗവാനായി കണ്ടുകൊണ്ടിരിക്കണം. അവയൊക്കെ വീണ് വീണ് നമസ്കരിക്കണം. അജ്ഞാനം നീങ്ങാനുള്ള അനുഷ്ഠാനം ഇതാണെന്നാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും കാട്ടിക്കൂട്ടലാവുകയും അരുത്. കാരണം എന്താ? ഇത് ആ രീതിയിൽ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ ആ ജാഗ്രത എന്നുള്ള അവസ്ഥ ഇല്ലാതെയാവും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സ് അടങ്ങും, സ്വപ്നാവസ്ഥയില്ലാതെയാവും. ജ്ഞാനം കൊണ്ട് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യ നശിക്കും. അതോടുകൂടി സുഷുപ്തി എന്നുള്ള അവസ്ഥയില്ലാതെയാവും. ഈ മൂന്നവസ്ഥകളും ഇല്ലാതെയായ ജീവൻ പരമാത്മതത്വത്തോട് ഏകീഭവിച്ച് തുരീയാവസ്ഥ എന്നുള്ള തലത്തിലേക്ക് എത്തും. ഇതാണ് ഭാഗവത ധർമാചരണത്തിലൂടെ ഭയനിവൃത്തിക്കുള്ള അനുഷ്ഠാനം. ഇപ്പം ചോദിച്ചു, ഭക്തൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളാണെങ്കിൽ പറയും, കാലത്ത് നെറ്റിയിലെ വലിയ കുറിയൊക്കെ തൊട്ട്, അല്ലേ, കളഭം കൊണ്ടൊരു കുറി, കുങ്കുമം കൊണ്ടൊരു പൊട്ട്, പിന്നെ കരിക്കുറി, ഭസ്മം എന്ന് വേണ്ട, പിന്നെ ഭാഗവത ആ നാരായണാന്ന് എഴുതിയ മുണ്ട് ചുറ്റി അത് പുതച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കണത്. അതൊന്നും അല്ല എന്നാണ് പറയണത്. എല്ലാ തിരമാലകളെയും സമുദ്രത്തിലും എല്ലാ തിരമാലകളിലും സമുദ്രജലത്തെയും കാണുന്നത് പോലെ സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും കാണുന്ന ആളുകളാണ് ഭാഗവതോത്തമന്മാർ. അവർക്ക് ഞാൻ കേമനെന്നോ മറ്റേ ആൾ താഴ്ന്ന ആളെന്നോ ചിന്തയില്ല. ഒരാളെ അദ്ദേഹം സ്തുതിക്കുന്നില്ല, ഒരാളെ നിന്ദിക്കുന്നില്ല. ഭഗവാനിൽ ഭക്തി, ഭക്തന്മാരിൽ സ്നേഹം, അജ്ഞന്മാരിൽ കാരുണ്യം, തന്നെ ദ്വേഷിക്കുന്നവരിൽ ഉപേക്ഷ, ഇതൊക്കെയുള്ള ആളുകൾ മധ്യമഭക്തന്മാരെ ആവുന്നുള്ളൂ. എല്ലാവരിലും ഭഗവാനെ കാണാറാവണം. അതാണ് ഉത്തമ ഭക്തൻ്റെ പ്രത്യേകത. എന്നാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ ഉപാസിക്കുക, മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാതിരിക്കുക, ഇത് പ്രാകൃത ഭക്തൻ എന്നാണ് പറയുന്നത്. അധമഭക്തൻ എന്നൊന്നില്ല. അധമം എന്ന ഭാഷ അല്ലെങ്കിൽ ആ ഭാവം ഭക്തിയിലില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രാകൃതന്മാരാണ്. അപ്പോൾ മറ്റുള്ളവരിൽ ഈശ്വരനെ കാണാതെ ജീവിക്കുകയും ചെയ്യുന്ന ഈ പ്രാകൃത ഭക്തൻ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്ന സമയത്തും അവ മായാകാര്യങ്ങളാണെന്ന് ദൃഢബോധത്താൽ ഒന്നിനെയും വെറുക്കാതെയും ഒന്നുകൊണ്ടും സന്തോഷിക്കാതെയും ജീവിക്കുന്ന ആളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എത്തുന്ന തലമാണ് ഭാഗവതോത്തമൻ എന്നുള്ള തലം. ഇപ്പം ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതിൻ്റെ വികാരങ്ങളാകുന്ന ജനനമരണങ്ങൾ, വിശപ്പ്, ദാഹം, ഭയം, തൃഷ്ണ എന്നിവ സംസാരധർമ്മങ്ങളാണ്. അതൊന്നും ഭഗവത് സ്മരണയുടെ തീവ്രത കൊണ്ട് തന്നെ ബാധിക്കാതെ ജീവിക്കുന്ന ആളുകളെയാണ് ഭാഗവതോത്തമൻ എന്ന് പറയുന്നത്. ഉത്തമനായ ഭക്തൻ, ഉത്കൃഷ്ട കുലത്തിലെ ജനനം, സൽക്കർമാനുഷ്ഠാനം, വർണ്ണാശ്രമധർമ്മങ്ങൾ, താൻ കേമനാണെന്ന അഭിമാനമില്ലാതെ ജീവിക്കൽ, ഇവരൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനാവാനുള്ള വഴിയാണ്. താൻ അന്യനെന്നും തൻ്റേത് അന്യൻ്റേത് എന്നിങ്ങനെയുള്ള രൂപത്തിലുള്ള ഭേദഭാവനകളൊന്നുമില്ലാതെ എല്ലാവരെയും സമമായി കാണുന്ന ആൾ, അതാണ് ഭാഗവതോത്തമൻ. 3 ലോകത്തിലുള്ള ഐശ്വര്യം മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാലും ലവനിമിഷാർത്ഥം, ഒരു നിമിഷത്തിൻ്റെ പകുതി സമയം, അരനിമിഷം പോലും ഭഗവാനെ മറക്കാൻ സാധിക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്നത്. ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ഭഗവത് പാദാരവിന്ദങ്ങളെ ഭക്തിയാകുന്ന പാശം കൊണ്ട് സ്വന്തം ഹൃദയത്തിൽ ബന്ധിച്ചു നിർത്തിയവനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ എന്ന് ഹരി എന്ന യോഗീശ്വരൻ പറഞ്ഞു കൊടുത്തു. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ പ്രണയരശനയാധൃതാംഘ്രി പത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ഭാഗവത പ്രധാനൻ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ അങ്ങനെയുള്ള ആളാണ്. അപ്പം ചോദിച്ചു, ഈ ആത്മവിസ്മൃതിയും ശരീരാഭിമാനവും ഒക്കെ ഉണ്ടാക്കുന്ന മായ, അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിക്കണു. നിമി മഹാരാജാവ് പറയുകയാണ്, നിങ്ങളുടെ മുഖത്തിലൂടെ ഒഴുകി വരുന്ന ഹരികഥാമൃതം സിദ്ധൌഷധമാണ്, ഈ സംസാര ദുഃഖത്തിനുള്ള സിദ്ധൌഷധമാണ്. അത് കേട്ടിട്ടും എനിക്ക്
മതി വരുന്നില്ല, അത് പറഞ്ഞു തരൂ. ജ്ഞാനുതൃപ്യേ ജുഷൻയുഷ്മൽ വചോ ഹരികഥാമൃതം സംസാര താപനിസ്തപ്തോ മർത്യസ്തത്താപഭേഷജം. മനുഷ്യൻ്റെ താപങ്ങൾക്കുള്ള ഔഷധമാണ് ഇത്, അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അടുത്തതായിട്ട് ആ കവി ഹരി അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ജീവന്മാർക്ക് വിഷയാനുഭവത്തെയും വിരക്തന്മാർക്ക് മോക്ഷത്തെയും പ്രാപിക്കാൻ ഉപയോഗമായി തീരാനാണ് ഭഗവാൻ ആകാശാദി പഞ്ചഭൂതങ്ങളെ കൊണ്ട് പല ശരീരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ആ സൃഷ്ടിക്കപ്പെട്ട ശരീരങ്ങളിൽ ജീവസ്വരൂപേണ പ്രവേശിപ്പിച്ചുകൊണ്ട് മനസ്സായും ഇന്ദ്രിയങ്ങളായും തീർന്ന് അവയിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നതും പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രിയങ്ങൾ തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദാദി വിഷയങ്ങളെ സ്വീകരിച്ച് സത്വഗുണത്തിൽ നിന്നുണ്ടായ മനസ്സ് അവയെ അനുഭവിക്കുന്നു. അപ്പോൾ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശബ്ദാദി വിഷയങ്ങൾക്കും സാക്ഷിയായ ആത്മാവ് തൻ്റെ സ്വരൂപത്തെ മറന്ന് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും അനുഭവങ്ങളെ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ പ്രസ്തുത തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് എന്തുണ്ടാവണു? ശരീരമാണ് താൻ എന്ന് അഭിമാനിക്കണു, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ തൻ്റേതാണ് എന്ന് കരുതുന്നു. പ്രളയസമയം അടുക്കുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള പ്രപഞ്ചത്തെ കാലം അവ്യക്തത്തിലേക്ക്, അവ്യക്തമായ മായയിൽ നിന്നാണ് സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചം ഉണ്ടാവുന്നത്. കാലം അവയെ വീണ്ടും അവ്യക്തത്തിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി ഭൂമിയിൽ 100 സംവത്സരക്കാലം മഴയുണ്ടാവില്ല. സൂര്യൻ്റെ ചൂട് ഈ 100 കൊല്ലം 3 ലോകങ്ങളെയും തപിപ്പിക്കും. പാതാള ലോകത്തിനും താഴെ സംഘർഷണൻ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന പ്രളയാഗ്നി വായുവിനാൽ മേലോട്ട് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. സൂര്യൻ്റെ ചൂട്, സംഘർഷണൻ്റെ മുഖത്തിലെ അഗ്നി, ഭൂമിയിൽ പ്രളയകാല മേഘങ്ങൾ ഉഗ്രമായ മഴ പെയ്യിക്കും. ഗംഭീരമായിട്ടുള്ള മഴ പെയ്യും. ബ്രഹ്മാണ്ടം മുഴുവൻ ഈ വെള്ളത്തിനടിയിലായിട്ട് തീരും. അപ്പോഴോ ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാണ്ഡ ശരീരത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മസ്വരൂപേണ ഭഗവാനിൽ ലയിക്കാനായിട്ട് ആരംഭിക്കും. ഭൂമിയുടെ ഗന്ധമാകുന്ന ഗുണത്തെ വായു ആകർഷിച്ചെടുക്കും. അതോട് ഭൂമി ജലത്തിൽ ലയിക്കും. വായു ജലത്തിൻ്റെ രസത്തെ ആകർഷിച്ചെടുക്കും. അപ്പോൾ ജലം അഗ്നിയിൽ ലയിക്കും. അങ്ങനെ അന്ധകാരം അഗ്നിയുടെ രൂപത്തെ ആകർഷിച്ചെടുക്കും. അപ്പോൾ അഗ്നി വായുവിൽ ലയിക്കും. ആകാശം വായുവിൻ്റെ സ്പർശത്തെ ആകർഷിച്ചെടുക്കും. വായു ആകാശത്തിൽ ലയിക്കും. ആകാശത്തിൽ ശബ്ദമാകുന്ന ഗുണത്തെ കാലം ആകർഷിച്ചെടുക്കും. ആകാശം തമോ ഗുണാഹങ്കാരത്തിൽ ലയിക്കും. ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ, മനസ്സും ബുദ്ധിയും സത്വഗുണാഹങ്കാരത്തിൽ ലയിക്കുന്നു. അഹങ്കാരം ഈ 3 ഗുണങ്ങളും ചേർന്ന് ഒന്നായി തീർന്ന് മഹത്വത്വം ലയിക്കും. മഹത്തത്വം പരമാത്മാവിൽ ലയിച്ച് ഒന്നായിത്തീരും. സൃഷ്ടിയുടെ സമയത്ത് നമ്മളിത് തിരിച്ച് ഇങ്ങോട്ട് കേട്ടതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്വത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളുടെ ഉൽപ്പത്തിയും, പ്രളയകാലത്ത് ഭൂമി മുതൽ മഹത്വത്വം വരെയുള്ള തത്വങ്ങളുടെ ലയവും, ഉത്ഭവം മുതൽ പ്രളയം വരെയുള്ള നിലനിൽപ്പും എന്തുകൊണ്ടാണോ സംഭവിക്കുന്നത് ആ ശക്തിയാണ് മായ എന്ന് പറയുന്നു. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ഭഗവാന്റെ ശക്തി വിശേഷമാണ് മായ. മായയെ ജയിക്കാനുള്ള അനുഷ്ഠാനം എന്താണെന്നായി നിമിയുടെ അടുത്ത ചോദ്യം. മായയെ ജയിക്കാൻ സാധിക്കില്ല. ഓരോ ജീവൻ്റെയും ജനനത്തിനും നിലനിൽപ്പിനും മരണത്തിനും കാരണമായിട്ട് മായ നിൽക്കുകയാണ്. അവനവനിൽ തന്നെയുണ്ട്. ആ മായയാണ് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് ഉറക്കത്തിൽ ഓരോരുത്തരെയും അനുഭവിപ്പിക്കുന്നത്. അതിന് ജയിക്കാനുള്ള ഉപായങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി, മായയെ ജയിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ സജ്ജനങ്ങൾ ഒരു ഉപമ പറയാറുണ്ട്. മായ നായയെ പോലെയാണ്. ആരുടെ നായയെ പോലെ? യജമാനൻ്റെ നായ എങ്ങനെയാണോ അതേപോലെ ഭഗവാന്റെ മായ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഭഗവാന്റേതായി മാറുക. ഇവിടെ പറഞ്ഞു അല്ലേ, അങ്ങനെയാണ്. യജമാനനോട് താല്പര്യമുള്ള ആളുകളെ യജമാനൻ്റെ നായ കടിക്കില്ല. അത് വന്ന് വാലാട്ടി നിൽക്കുകയുള്ളൂ, ഒരിക്കലും ആക്രമിക്കില്ല. ഇതേപോലെ ഭഗവാന്റേതായി മാറുക. കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും സുഖം കിട്ടുന്നില്ലെന്നും ദുഃഖമില്ലാതാവുന്നില്ലെന്നും ധനം, ഗൃഹം, മക്കള്, സ്നേഹിതന്മാരെ തുടങ്ങിയ പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ നശിക്കുന്നതാണെന്നും നശിക്കുന്ന ശരീരം കൊണ്ട് നാശമുള്ള പ്രപഞ്ച വസ്തുക്കളെ അനുഭവിച്ചാൽ സ്ഥിരമായ സുഖം കിട്ടാൻ പോവില്ലെന്നും ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ബോധ്യമായാൽ ശാരീരിക സുഖത്തിന് വേണ്ടിയുള്ള വൈദിക കർമ്മങ്ങളെ അല്ലെങ്കിൽ ലൗകിക കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഇനി വൈദിക കർമ്മങ്ങളോ?
അത് സമ്പാദിക്കാവുന്ന സ്വർഗാദി ലോകങ്ങൾ നശ്വരമാണ്. അവിടെയും മത്സരമുണ്ട്, ശ്രേഷ്ഠന്മാരോട് അസൂയയുണ്ട്, താഴ്ന്നവരോട് നിന്ദയും ദ്വേഷമൊക്കെ ഉണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർക്ക് പരസ്പരം തോന്നുന്ന എല്ലാ വികാരങ്ങളും സ്വർഗത്തിലും ഉണ്ട്. നമ്മൾ പല പല കഥകളും കേട്ടു. ഇങ്ങനെ ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ടുവിധ കർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും കുറച്ചു നേരത്തേക്കെങ്കിലും നിശ്ചലമാക്കി വെക്കാൻ സാധിക്കുള്ളൂ. അതിനെന്തു വേണം? പരമമായ ശ്രേയസ് അറിയുന്ന ഗുരുവിനെ ആശ്രയിക്കണം. ഗുരു വേദാന്ത ശാസ്ത്രങ്ങളുടെ മറുകര കണ്ടവനാവണം, പരബ്രഹ്മ സാക്ഷാത്കാരം നേടിയവനാവണം. അങ്ങനെയുള്ള ഗുരുവിനെ ആശ്രയിച്ച് ആ ഗുരുവും ഇഷ്ടദേവതയും ആത്മാവും ഒന്നാണെന്ന ബോധത്തോടെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി അദ്ദേഹത്തെ സേവിക്കണം. അങ്ങനെ വരുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഭാഗവത ധർമ്മങ്ങളെ ആചരിക്കണം. മനസ്സിനെ നിസ്സംഗമാക്കണം, സജ്ജന സംസർഗം ചെയ്യണം. തന്നേക്കാൾ താണവരിൽ ദയ, ശ്രേഷ്ഠരിൽ വിനയം, തുല്യരിൽ സ്നേഹം, ഇതൊക്കെ ഉണ്ടാവണം. ശരീരശുദ്ധി, മനഃശുദ്ധി, തപസ്, ക്ഷമ, മൗനം, വേദപഠനം, നിഷ്കപടത, ബ്രഹ്മചര്യം, അഹിംസ, ഇതൊക്കെ അഭ്യസിക്കണം. എല്ലാവരിലും ഈശ്വരനെ കാണണം. ഏകാന്തത്തിൽ താമസിക്കണം. ശുദ്ധവസ്ത്രങ്ങൾ മാത്രം ധരിക്കണം. യദൃച്ഛാലാഭസംതൃപ്തി വേണം. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം. ഭാഗവത ധർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. ഭാഗവത ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം എന്ന് വിചാരിച്ച് മറ്റ് ഒന്നിനെയും നിന്ദിക്കാനും പാടില്ല. പ്രാണായാമം കൊണ്ട് മനസ്സിനെയും, മൗനം കൊണ്ട് വാക്കിനെയും, സർവകർമ്മ പരിത്യാഗം കൊണ്ട് ശരീരത്തെയും അടക്കണം. മനസ്സിനെ വിഷയചിന്തകളിൽ നിന്ന് നിവർത്തിപ്പിക്കണം. ഭഗവാന്റെ അവതാരങ്ങളും ഗുണങ്ങളും കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുക. എല്ലാം ഭഗവത് പ്രീതിക്ക് മാത്രമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം അകറ്റി ആ സ്ഥാനത്ത് ഭഗവാൻ എന്നും ഭഗവാന്റേത് എന്നുള്ള ഭാവം വളർത്തുക. ഇത് എളുപ്പമാണോ? എളുപ്പമല്ല. പരസ്പരാനുകഥനം, ഭക്തന്മാരോടുകൂടി ഭഗവാന്റെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുക. അങ്ങനെ ആ പരമനിർവൃതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ അനുകരിക്കുകയും ഭഗവാനെക്കുറിച്ച് പാടുകയും ഭഗവാനെക്കുറിച്ച് ആലോചിച്ച് ആടുകയും ഉറക്ക നാമം ജപിക്കുകയും ഒക്കെ ചെയ്താൽ മായയെ വളരെ വേഗത്തിൽ ജയിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ നാരായണൻ്റെ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നത് പിപ്പലായനൻ എന്ന യോഗീശ്വരനാണ്. അദ്ദേഹം പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായി എന്നാൽ സ്വയം കാരണമില്ലാത്തവനാണ് പരമാത്മാവ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക, ഈ മൂന്നവസ്ഥകളുടെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ബന്ധപ്പെടാതെ അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാകുന്ന സ്വരൂപമാണ് ഭഗവാൻ. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ഹൃദയം, ഇതിനെ ചൈതന്യവത്താക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഭഗവാൻ. തീപ്പൊരികൾക്ക് അഗ്നികുണ്ഡത്തെ ജ്വലിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ പറയുന്നു, ജ്ഞാനസ്വരൂപനായ ആത്മാവിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വാക്കിനോ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ പ്രാണങ്ങൾക്കോ ആത്മതത്വത്തെ അറിയാൻ സാധിക്കില്ല. വേദം പോലും അറിവിന് വിഷയമായ എല്ലാത്തിനെയും നിഷേധിച്ച്, നമ്മൾ ഇന്നലെ പറഞ്ഞു, നൈതി 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 നേതി നേതി, എന്നിട്ട് എല്ലാത്തിനെയും നിഷേധിച്ച് അവസാനം ശേഷിക്കുന്നതിനെ വാസ്തവസ്വരൂപമായിട്ട് അറിയാൻ ഉദ്ബോധിപ്പിക്കണം. ഇപ്പം സത്വരജസ്തമോ ഗുണങ്ങൾ സമമായിരിക്കുന്ന അവസ്ഥയിലുള്ള പ്രകൃതിയും ജ്ഞാനശക്തിയാകുന്ന മഹത്തത്വവും ക്രിയാശക്തിയാകുന്ന പ്രാണനും അഹങ്കാരവും ജീവനായും ജ്ഞാനേന്ദ്രിയമായും കർമ്മേന്ദ്രിയമായും ശബ്ദാദി വിഷയങ്ങളായും ആകാശാദി പഞ്ചഭൂതങ്ങളായും വിഷയാനുഭവത്തിൽ ജീവനുണ്ടാകുന്ന സുഖദുഃഖങ്ങളായും പല രൂപത്തിൽ തോന്നപ്പെടുന്നു. പരമകാരണമായിരിക്കുന്നത് ആ ഏകമായ ആ അദ്വിതീയ ബ്രഹ്മം തന്നെയാണ്. ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ആത്മാവ് ജനിക്കുകയോ വളരുകയോ ക്ഷയിക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ജനനം, വളർച്ച, ക്ഷയം, നാശം, ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ആത്മാവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സ് ശുദ്ധമായി തീരുമെന്നും നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് പരമാത്മതത്വത്തെ പ്രാപിക്കാൻ കഴിയും എന്നും കേട്ടിട്ടുണ്ട്. നിമി മഹാരാജാവ് പറയുകയാണ്, എങ്കിൽ കർമ്മയോഗം എന്താണ്? ഇതേ ചോദ്യം കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ സനകാദി ഋഷീശ്വരന്മാരോട്, ആരാ? ഈ നിമി മഹാരാജാവിൻ്റെ അച്ഛൻ ഇക്ഷ്വാകു മഹാരാജാവാണ്.
അന്ന് അവർ അതിന് മറുപടി പറഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, അല്ലേ? കുട്ടികൾ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അറിവുള്ള ആളുകൾ എന്ത് പറയും? ഇപ്പോൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അതിൻ്റെ സമയമാവട്ടെ എന്ന് വിചാരിക്കും. അതാണോ നിമിയുടെ ചോദ്യത്തിന് ആവിർഹോത്രൻ എന്ന് യോഗീശ്വരൻ മറുപടി പറഞ്ഞു. കർമ്മം, അകർമ്മം, വികർമ്മം 3 തരത്തിലാണ്. ഇതിൽ കർമ്മം വേദത്തിൽ വിധിച്ചതായിട്ടുള്ള കർമ്മം, വേദത്തിൽ വിധിച്ച ധർമ്മമാണ് കർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തെ ആചരിക്കാതിരിക്കൽ. വികർമ്മം എന്ന് പറഞ്ഞാലോ വേദത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുക, അധർമ്മം അനുഷ്ഠിക്കുക. ഇങ്ങനെ വേദം കർമ്മത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. വേദവാക്യങ്ങൾ ഒരിക്കലും ലൗകികമല്ല, അവയുടെ താല്പര്യം വളരെ ഗഹനമാണ്. നമ്മളൊക്കെ വേദം പഠിച്ചു, ഞാൻ വേദം നോക്കിയിട്ടുണ്ട്, ഋഗ്വേദം ഞാൻ വായിച്ചു നോക്കി, അതിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒന്നല്ല വേദം. അതിലെ ഓരോ അക്ഷരത്തിനും ഓരോ സന്ദർഭത്തിലും പ്രത്യേകം അർത്ഥങ്ങളൊക്കെ ആയിരിക്കും. അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ ആളുകൾ പോലും പരിഭ്രമിച്ചു പോകണമെന്നാണ്. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് അത് അന്ന് പറഞ്ഞു തരാതിരുന്നത്. അജ്ഞന്മാരെ ക്രമേണ കർമ്മത്തിൽ നിന്ന് നിവർത്തിപ്പിക്കാനായിട്ടാണ് വേദം കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ ഉപദേശിക്കുന്നത്. കർമ്മങ്ങൾ ആവശ്യമില്ല, പക്ഷേ കർമ്മ നിവൃത്തി വരണമെങ്കിൽ ആദ്യം കർമ്മങ്ങൾ ചെയ്യണം. ഒരു ഉപമ പറയാറുണ്ട്. ഒരു വെള്ളരിയുടെ വള്ളിയിൽ ആദ്യം എന്തുണ്ടാവണു? ആദ്യം പൂവുണ്ടാവണു, അത് കഴിഞ്ഞാൽ കായ ഉണ്ടാവണു. കായ ഉണ്ടാവുന്നതോടുകൂടി പൂവ് സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകണു. ഇവിടെ ഈ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് പൂവാണ്. ആദ്യം തന്നെ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ, പൂവ് പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫലം ഉണ്ടാവാതെ പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തു വേണം? അത് സ്വാഭാവികമായിട്ട് വേണം. അങ്ങനെ ക്രമേണ കർമ്മവാസനകൾ നശിച്ച് നൈഷ്കർമ്മ്യസിദ്ധി വരും. മനസ്സിലെ കർമ്മവാസനകൾ നശിക്കൽ തന്നെയാണ് നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുന്നത്. ജീവന്മാരെ വൈദിക കർമ്മങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതി പറയണത്. ഇതുകൊണ്ട് എന്താ കിട്ടുക എന്നാണ് നമ്മളൊക്കെ സാധാരണ ചോദിക്കുക, അല്ലേ? ഇന്ന ഭാഗം വായിച്ചാൽ ഇന്ന ഫലശ്രുതി, ഇന്നത് വായിച്ചാൽ ഇന്നത് ഫലശ്രുതി, ഇന്നതാണ് ഫലം എന്ന് ഫലശ്രുതിയായിട്ട് പറയും. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വേദത്തിൽ വിധിച്ച ധർമ്മങ്ങളെ അവസാനം എങ്ങനെയാവും? ഈ ഫലത്തിലൊന്നും ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കാറാവും. ഇതാണ് കർമ്മയോഗം. ശരീരമാണ് താനെന്ന തോന്നലാണ്, ആ അഹങ്കാരത്തെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുക. അങ്ങനെ അതിനെ വേഗം മുറിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്ത്രത്തിൽ പറഞ്ഞ പൂജാവിധിയിലൂടെ ഭഗവാനെ ആരാധിക്കുക. ഭഗവത് പൂജയാകുന്ന ക്രിയായോഗം കർമ്മയോഗത്തേക്കാൾ സുഗമമാണ്, എളുപ്പമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഉപദേശത്തോടെ ഭഗവാനെ ഇഷ്ടദേവതാസ്വരൂപേണ ആരാധിക്കുക. സ്നാനാദികൾ കൊണ്ട് ശരീരത്തെ, പ്രാണായം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി, അംഗന്യാസം കൊണ്ട് സ്വയം രക്ഷ ചെയ്ത് ഭഗവാനെ പൂജിക്കാം. ഹൃദയത്തിലോ വിഗ്രഹത്തിലോ ഭഗവാനെ പൂജിക്കാം. വിഗ്രഹത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ പൂജിക്കുന്ന സ്ഥലം, സ്വന്തം ശരീരം, ഭഗവാന്റെ ബിംബം, ഇതൊക്കെ പീഠമൊക്കെ പുണ്യാഹം തെളിച്ച് ശുദ്ധമാക്കി പാദ്യാർഘ്യങ്ങളൊക്കെ കൊടുത്ത് മറ്റ് പൂജോപകരണങ്ങളുടെ സമീപത്തൊക്കെ ഒരുക്കി വെച്ച് മൂലമന്ത്രം ജപിച്ച് ഭഗവാനെ പൂജിക്കണം. അത് അവയവങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയോടും പാർഷദന്മാരോടും കൂടിയ ഭഗവാനെ അർഘ്യപാദ്യ ആചമനീയ അഭിഷേക വസ്ത്രാഭരണ ചന്ദന പുഷ്പ നൈവേദ്യ സമന്വിതം പൂജിക്കണം എന്നാണ്. സ്തോത്രങ്ങളെ കൊണ്ട് സ്തുത്വ, ഭഗവാനെ സ്തുതിക്കുക, പിന്നെ നമസ്കരിക്കുക. പൂജിക്കുമ്പോൾ പൂജകനായ തന്നെ ഭഗവന്മയമായിട്ട് കാണണം. ഭഗവാനെ സമർപ്പിച്ച മാല, പുഷ്പം എന്നിവ പ്രസാദമായിട്ട് സ്വീകരിക്കുക. അതിനുശേഷം ഉദ്വാസനം ചെയ്ത് പൂജ സമർപ്പിക്കുക. പിന്നെ അഗ്നി, സൂര്യൻ, ജലം എന്നിവയിൽ അതിഥിയിൽ സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഭക്തിയോടെ പൂജിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംസാര വാസനകൾ നശിച്ച് മുക്തനായിട്ട് തീരും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ചോദിച്ചു, ഈ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സഗുണോപാസനയാണ് പൂജയ്ക്ക് വിശേഷമായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു, ഭഗവാൻ അനന്തനാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ഗുണഗണങ്ങളും അവതാരങ്ങളും ലീലകളും അനന്തങ്ങളാണ്. മുഴുവൻ വർണ്ണിക്കാൻ ആർക്കും പറ്റില്ല, എങ്കിലും കുറച്ചൊന്ന് പറയാം എന്ന് പറയുന്നു.
ഈ ത്രൈലോക്യമാകുന്ന ശരീരത്തോടു കൂടിയതാണ് വിരാട് പുരുഷൻ എന്ന് മനസ്സിലാക്കാം. ജീവജാലങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാവുന്നത് വിരാട് പുരുഷൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാന്റെ അവതാരം, ആദ്യത്തെ അവതാരം വിരാട് പുരുഷൻ. പിന്നെ ധർമ്മപ്രജാപതിയുടെയും ദക്ഷപുത്രിയായ മൂർത്തിയുടെയും പുത്രന്മാരായി ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ചു. നിഷ്കാമകർമ്മത്തെ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. സ്വയം ആചരിക്കുകയും ചെയ്തു. അല്ലേ, പറയാൻ എളുപ്പമാണ്, അത് ആചരിക്കുന്നുണ്ടോ? ആചരിച്ചു അവർ. അപ്പോൾ അവർ തപസ് നടത്തിയപ്പോൾ ദേവേന്ദ്രൻ വിചാരിച്ചു ഈ തപസ് ചെയ്യണതൊക്കെ സ്വർഗം കാമിച്ചിട്ടാണെന്ന്. അതൊന്നുമല്ല, അതിന് എത്രയോ അപ്പുറമാണ് അവരുടെ ചിന്തകൾ. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? തപസ് മുടക്കാനായി കാമദേവൻ, അപ്സര സ്ത്രീകള്, വസന്തം, മലയമാരുതൻ തുടങ്ങിയവരെയൊക്കെ അവിടേക്ക് പറഞ്ഞയച്ചു. കാമദേവൻ തൻ്റെ 5 ബാണങ്ങളും അദ്ദേഹത്തിന് നേരെ പ്രയോഗിക്കാൻ പുറപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും ഇവരെ ആ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അവർ പേടിച്ചു. അപ്പോൾ നാരായണ മഹർഷി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ അതിഥികളായിട്ട് വന്ന ആളുകളല്ലേ, വന്നോളൂ എന്നും പറഞ്ഞ് അവരെ തിരിച്ചു തന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ തുച്ഛങ്ങളായിരിക്കുന്ന ഈ സ്ത്രീകളെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ സൗന്ദര്യം കൊണ്ട് മയക്കാൻ ശ്രമിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാമെന്നും പറഞ്ഞ് തൻ്റെ ഊരുവിൽ നിന്ന് ഒരു സുന്ദരിയെ സൃഷ്ടിച്ച് അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഉർവശി എന്നായി പേര്. ഉർവശിയെയും കൊണ്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഹംസരൂപേണ അവതരിച്ച ഭഗവാൻ സനകാദികൾക്ക് യോഗത്തെ ഉപദേശിച്ചു. അത് നമ്മളിനി ഭഗവാന്റെ ഉദ്ധവ ഉപദേശത്തിൽ വീണ്ടും കേൾക്കും. ദത്താത്രേയനായും സനൽകുമാരനായും പിന്നെ ഞങ്ങളുടെ പിതാവായ ഋഷഭദേവനായും ഭഗവാൻ അവതരിച്ചു. മധുകൈടഭന്മാരെ സംഹരിച്ച് വേദങ്ങളെ വീണ്ടെടുക്കാനായി ഹയഗ്രീവനായിട്ട് ഭഗവാൻ അവതരിച്ചു. മത്സ്യാവതാരത്തിൽ വൈവസ്വതമനുവിനെയും ഭൂമിയെയും ധാന്യങ്ങളെയും രക്ഷിച്ചു. വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ചു. അതേപോലെ തന്നെ ദിതിപുത്രനായ ദൈതേയനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. പാലാഴിമഥന സമയത്ത് താണുപോയ മന്ദരപർവ്വതത്തെ കൂർമ്മസ്വരൂപിയായി അവതരിച്ച് പുറത്ത് താങ്ങി നിർത്തി. മുതലയുടെ പിടിയിൽപ്പെട്ട് ആർത്തനായി നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ച ആ ഗജേന്ദ്രനെ ഹരിയായി അവതരിച്ച് രക്ഷിച്ചു. അതേപോലെ കശ്യപ പ്രജാപതിയുടെ യാഗത്തിന് ചമത കൊണ്ടുവന്നിരുന്ന ബാലഖില്യന്മാരെന്ന ഋഷിമാര് ഒരു കുഴിയിലെ വെള്ളത്തിൽ വീണ് വിഷമിച്ചപ്പോൾ ഭഗവാൻ അവിടെയും അവതരിച്ച് അവരെ രക്ഷിച്ചു എന്നാണ്. വൃത്രാസുരവധം കൊണ്ട് ബ്രഹ്മഹത്യാപാപം ബാധിച്ച ഇന്ദ്രനെ രക്ഷിക്കാൻ, അസുരന്മാർ തടവിലാക്കിയ ദേവസ്ത്രീകളെ രക്ഷിക്കാൻ, നരസിംഹാവതാരത്തിൽ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ, ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ, അസുരന്മാരെ സംഹരിക്കാൻ, വാമനാവതാരം സ്വീകരിച്ച് 3 ലോകങ്ങളും അളന്നെടുത്ത് ദേവന്മാർക്ക് കൊടുത്തത്, മഹാബലിയുടെ ആ ഗോപുരദ്വാരത്തിൽ ബലിയുടെ പാർശ്വതനെ പോലെ നിൽക്കാൻ, രാവണാദികളെ നിഗ്രഹിക്കാൻ, ഇങ്ങനെ പല പല അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അധർമ്മികളിൽ നിന്ന് ഭൂമിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭാരം തീർത്ത് അനുഗ്രഹിക്കാൻ ഭഗവാൻ ബലരാമനായും ശ്രീകൃഷ്ണനായും അവതരിക്കും. ബുദ്ധാവതാരം സ്വീകരിച്ച് യാഗത്തിന് അർഹരല്ലാത്ത അസുരന്മാരെ വാദങ്ങളെ കൊണ്ട് മയക്കി വേദമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൽക്കിയായി അവതരിച്ച് അധർമ്മികളെ മുഴുവൻ കൊല്ലും. ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിച്ചു എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ശ്രീരാമാവതാര കാലത്താണ് നിമിയും നവയോഗിയും തമ്മിലുള്ള സംവാദം നടന്നത്. അതുകൊണ്ട് ബാക്കി നടന്ന അവതാരങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവതരിപ്പിച്ചത് എന്ന് ചുരുക്കം. അങ്ങനെ ആ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ചോദിച്ചു, ഭഗവാനെ ഭജിക്കാത്തവരും ഒരിക്കലും ആഗ്രഹം അവസാനിക്കാത്തവരുമായിട്ടുള്ള ആളുകൾ, അവരുടെ ഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ചമസൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണര്, കൈകളിൽ നിന്ന് ക്ഷത്രിയര്, തുടകളിൽ നിന്ന് വൈശ്യര്, കാലടിയിൽ നിന്ന് ശൂദ്രര് ഒക്കെ ഉണ്ടായി. ബ്രാഹ്മണർ സത്വഗുണപ്രധാനികളാണ്. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തുല്യപ്രാധാന്യമുള്ള ആളുകളാണ് ക്ഷത്രിയര്. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും പ്രാബല്യമുള്ളവരാണ് വൈശ്യര്. തമോ ഗുണപ്രധാനികളാണ് ശൂദ്രര്. വിരാട് പുരുഷന്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം, അരക്കെട്ടിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം, മാറിടത്തിൽ നിന്ന് വാനപ്രസ്ഥം, ശിരസിൽ നിന്ന് സന്യാസം. അപ്പോൾ ഈ 4 വർണ്ണത്തിലും ആശ്രമത്തിലും പെട്ടവരുടെ ധർമ്മം ഉണ്ടായി.
സ്വന്തം വർണ്ണാശ്രമധർമ്മങ്ങളെ കൊണ്ട് ആരാധിക്കുന്നില്ല എങ്കിൽ അതത് വർണ്ണങ്ങളിൽ നിന്ന്, ആശ്രമങ്ങളിൽ നിന്ന് അവർ ഭ്രഷ്ടരായി അധപ്പതിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ചണ്ടാളന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ വേദം പഠിക്കാനും ഉപനയന സംസ്കാരത്തിനും അർഹതയുണ്ടായിട്ട് കൂടി ഭക്തിയെ നിഷേധിച്ച് വേദത്തിലെ കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വൈദിക കർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോക സുഖങ്ങളെ സമ്പാദിക്കലാണ് ജീവിത ലക്ഷ്യം എന്ന് വിശ്വസിക്കുന്നു. കർമ്മഠന്മാരായ അവരെ ആര് വിചാരിച്ചാലും നേരെയാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ജീവന്മാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മദ്യപാനം, മാംസഭക്ഷണം, സ്ത്രീ സംസർഗം, ഈ 3 തരത്തിലുള്ള ആസക്തികൾ ആത്മസാക്ഷാത്കാരത്തിന് വലിയ തടസ്സമാണെന്നാണ്. അതിൽ നിന്ന് ക്രമേണ നിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് സൗത്രാമണീയാഗം, യജ്ഞം, വിവാഹം എന്നിവയെ വേദം അംഗീകരിച്ചിട്ടുള്ളത്. എന്താ, മദ്യപാനത്തിന് ആസക്തി തോന്നുന്നുവെങ്കിൽ സൗത്രാമണീയാഗം ചെയ്ത് അതിൽ സോമം മാത്രം പാനം ചെയ്ത് ജീവിക്കുക. മാംസഭക്ഷണം ഒഴിവാക്കാൻ വയ്യാമെങ്കിൽ യജ്ഞം ചെയ്ത് അതിലെ മൃഗത്തിൻ്റെ മാംസം മാത്രം ഭക്ഷിക്കുക. സ്ത്രീയിലുള്ള അത്യാസക്തി ഉപേക്ഷിക്കാൻ വയ്യെങ്കിൽ വിവാഹം ചെയ്ത് സ്വന്തം പത്നിയിൽ മാത്രം ആസക്തി ഒതുക്കി വയ്ക്കുക. സത്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വേദത്തിൻ്റെ ഉദ്ദേശം, മറിച്ച് ഇതിൽ നിന്ന് നിവർത്തിപ്പിക്കലാണ് വേദത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ മറ്റു ശരീരത്തിൽ വിളങ്ങുന്ന ആത്മസ്വരൂപനായ ഭഗവാനെ ദ്വേഷിച്ച് സ്വന്തം ശരീരത്തിൽ അഭിമാനം വളർത്തി കഴിയുന്ന ആളുകൾ എന്തു ചെയ്യണു? അധപ്പതിക്കണു. യാഗത്തിൻ്റെ പേരിൽ മൃഗങ്ങളെ കൊല്ലുന്നവരെ മരിച്ചാൽ ആ മൃഗങ്ങൾ തന്നെ മറ്റൊരു സ്വരൂപം ധരിച്ച് പിടിച്ചു തിന്നണു. അറിവില്ലാത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. വേദതാൽപര്യം തെറ്റായി ധരിച്ച് അതാണ് ശരിയെന്ന് അഭിമാനിച്ച് ജീവിക്കുന്നവരാണ് ശരിക്കും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആത്മസ്വരൂപത്തെ അറിയാത്ത ആളുകൾ. ഇപ്പം 2 തരം ആളുകൾ. അതിൽ ഭഗവാൻ ആരാണ് എന്ന് അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ചിലപ്പോൾ ശരിയാവും. പക്ഷേ ഭഗവാൻ എന്താണ് എന്ന് തങ്ങൾക്കറിയാമെന്ന് അഭിമാനിക്കുന്ന, ദുരഭിമാനം വെച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് അജ്ഞാനാന്ധകാരത്തെ പ്രാപിക്കേണ്ടി വരും, നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. നരകവർണ്ണം നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ കേട്ടതാണ്. അപ്പോഴാണ് വിദേഹ മഹാരാജാവ് ചോദിക്കുകയാണ്, ഈശ്വര ആരാധന അതിന് ഇന്ന രീതി എന്നുണ്ടോ? കരഭാജനൻ എന്ന യോഗീശ്വരൻ മറുപടി പറഞ്ഞു, കൃതയുഗത്തിലെ ആളുകളൊക്കെ കൃതകൃത്യന്മാരാണ്. അതിന് സത്യയുഗം എന്ന് പേരുണ്ട്. ശാന്തരാണ് ആളുകൾ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കേവല ധ്യാനം കൊണ്ട് മാത്രം, കേവല ധ്യാനം എന്ന് പറയാൻ പാടില്ല എങ്കിലും ധ്യാനത്തിലൂടെ മാത്രം നമുക്ക് ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാനെ അനുഭവിക്കാനും സാധിക്കും. ഈ സമയത്ത് വെളുത്ത നിറത്തോടുകൂടി 4 തൃക്കൈകളോടുകൂടി ജടയും മരവിരിയും പൂണൂലും കൃഷ്ണമൃഗത്തോലും ജപമാലയും ദണ്ടും കമണ്ഡലും ഒക്കെ ധരിച്ച ബ്രഹ്മചാരിയായിട്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യണത്. എല്ലാവരിലും സ്നേഹമുള്ള സമഭാവനയോടുകൂടിയിട്ടുള്ള ആളുകളാവും. തപസ്, ശമം, ദമം എന്നിവകൊണ്ട് ഭഗവാനെ ആരാധിക്കും. ഭഗവാനെ ഹംസൻ, സുവർണൻ, വൈകുണ്ഠൻ, ധർമ്മൻ, യോഗേശ്വരൻ, അമലൻ, ഈശ്വരൻ, പുരുഷൻ, അവ്യക്തൻ എന്നീ പേരുകളിൽ സ്തുതിക്കും. അത് കഴിയുമ്പോൾ അടുത്ത യുഗത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ 4800 ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞ് അടുത്ത കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ 4 തൃക്കൈകളോടുകൂടി 3 പിരിയുള്ള മേഖലയോടുകൂടി ചുവപ്പ് നിറമുള്ള വേദസ്വരൂപനായി സുക്സുവാദി ആ അംഗങ്ങളോടുകൂടി ഭഗവാൻ ദർശനം നൽകും. ആ യുഗത്തിൽ ജനങ്ങൾ സർവദേവതാസ്വരൂപിയായ ഭഗവാൻ ശ്രീഹരിയെ വേദത്തിൽ പറഞ്ഞ മാർഗങ്ങളിലൂടെ ആരാധിക്കുന്നു. യാഗങ്ങളൊക്കെ ചെയ്യും. വിഷ്ണു, യജ്ഞൻ, കൃഷ്ണിഗർഭൻ, സർവദേവൻ, ഉരുക്രമൻ, വൃഷാകപി, ജയന്തൻ, ഉരുഗായൻ എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഭഗവാനെ വിളിക്കുക. ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോഴോ ഭഗവാൻ ശ്യാമളവർണ്ണത്തോടു കൂടിയായിരിക്കും. 4 തൃക്കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് ശ്രീവത്സം, കൗസ്തുഭം, വനമാല, പീതാംബരപ്പട്ട് ഒക്കെ ഭംഗിയായിട്ട് അണിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായിട്ട് ഭഗവാനെ കാണാം. മനുഷ്യർ ആ ഭഗവാനെ വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞ പൂജാവിധികളിലൂടെ ആരാധിക്കും. അപ്പോൾ ആദ്യത്തെ 4800 ദിവ്യ സംവത്സരം ഭഗവാനെ യാഗത്തിലൂടെയാണെങ്കിൽ അത് കഴിഞ്ഞ് ത്രേതായുഗത്തിൽ 3600 ദിവ്യ സംവത്സരം യാഗങ്ങളിലൂടെ, പിന്നീട് 2400 ദ്വാപരയുഗത്തിലെ ദിവ്യ സംവത്സരങ്ങൾ പൂജയിലൂടെ,
വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 സ്വരൂപങ്ങളോടുകൂടി ഭഗവാനെ ആരാധിക്കും. അത് കഴിഞ്ഞാൽ കലിയുഗത്തിൽ കൃഷ്ണവർണ്ണത്തിലുള്ള ഭഗവാൻ അവിടെ കലികാലത്ത് സങ്കീർത്തന പ്രധാനമായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ടാവും ഭഗവാനെ ആരാധിക്കുക. അത്തരമൊരു യജ്ഞമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലികാലത്ത് സങ്കീർത്തനത്തിനാണ് പ്രാധാന്യം. എല്ലാ സങ്കടങ്ങളെയും തീർക്കുന്ന, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ആശ്രയിക്കുന്ന, സംസാര സമുദ്രത്തെ മറുകര കടക്കാനുള്ള ആ പാദമാകുന്ന പോതം, ആ വഞ്ചിയുണ്ടല്ലോ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ സദാ അവിടെ അനുസ്മരിക്കും, പൂജിക്കും എന്ന് പറയുന്നു. ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ഭക്തന്മാര് സ്തുതിച്ചുകൊണ്ടിരിക്കും എന്ന് അവിടെ പറയുകയാണ്. ധേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിപോതം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം എന്ന് ശ്രീകൃഷ്ണനെ ഭജിക്കും. ത്യക്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠ ആര്യവചസായദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം എന്ന് സാക്ഷാൽ ശ്രീരാമനായിട്ടും ഭഗവാനെ ആരാധിക്കും. ഇങ്ങനെ ഓരോ യുഗത്തിലുള്ള ആളുകൾ ശ്രേയസ് നൽകി അനുഗ്രഹിക്കുന്ന സർവകാമവരപ്രദനായിരിക്കുന്ന ശ്രീഹരിയെ അതാത് യുഗങ്ങളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും വിവേകികളായിട്ടുള്ള ആളുകൾ കലിയുഗത്തെ സർവാത്മന ബഹുമാനിക്കുന്നുണ്ട്. കാരണം എന്താ? വളരെ പെട്ടെന്ന് കലിയുഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈശ്വര ശരണാഗതി അണഞ്ഞ ഭക്തന്മാർ കലിയുഗത്തിൽ ധാരാളം ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ ദേശത്ത് താമ്രപർണി, കൃതമാല, പയസ്വിനി, കാവേരി, പ്രതീജി തുടങ്ങിയ നദികളുടെ തീരങ്ങളിലൊക്കെ ഇത്തരം ഭക്തന്മാരുണ്ടാവുന്നതാണ്. ഇവരുടെ സത്സംഗം കൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഭക്തന് വിധി നിഷേധങ്ങൾ പോലും അദ്ദേഹത്തെ ബാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പഞ്ചയജ്ഞ ദേവതകളായിരിക്കുന്ന ദേവന്മാര്, പിതൃക്കള്, ഋഷികള്, മനുഷ്യര്, ഭൂതങ്ങള് ഇതിനോടൊന്നിനോടും കടപ്പാടില്ല. പഞ്ചയജ്ഞങ്ങളാകുന്ന ഹോമം, തർപ്പണം, സ്വാധ്യായം, അതിഥി സൽക്കാരം, ഭൂതബലി ഇതൊന്നും ചെയ്യണമെന്നില്ല. ഈശ്വര ശരണാഗതിയാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ധർമ്മം. അതിനെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവത ധർമ്മത്തിൽ മറ്റ് ധർമ്മങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. മറ്റു ചിന്തകളെല്ലാം അകറ്റി എപ്പോഴും ഈശ്വരനെ തന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന് ഇനി അറിയാതെ എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചാൽ തന്നെ ഭഗവാൻ ഉടനെ അതിനെ നശിപ്പിക്കും. കരഭാജന യോഗീശ്വരൻ ഉപദേശം അവിടെ ഉപസംഹരിച്ചു. നാരദ മഹർഷി വസുദേവരോട് പറഞ്ഞു, നവയോഗികളിൽ നിന്നും ഭാഗവത ധർമ്മത്തെ കേട്ട് കൃതാർത്ഥനായി നിമി മഹാരാജാവ് അവരുടെ ആ 9 പേരുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. 9 പേരും അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. വിദേഹരാജാവ് നിമിയോ ഭാഗവത ധർമ്മങ്ങളെ ആചരിച്ച് മുക്തനായി. അങ്ങയ്ക്കും ഈ ഭാഗവത ധർമാനുഷ്ഠാനത്തിലൂടെ നിസ്സംഗനായി തീർന്ന് പരമശ്രേയസിലേക്ക് എത്താൻ സാധിക്കും. അങ്ങയുടെയും ദേവകിയുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചു. നിങ്ങളുടെ കീർത്തി ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. വാസുദേവനെന്നും ദേവകീ തനയനെന്നും ഭഗവാനെ ലോകം മുഴുവൻ ആരാധിക്കും. പുത്രസ്നേഹത്തിലൂടെ ഭഗവാനെ കാണുക, ഭഗവാനെ കേൾക്കുക, ഭഗവാനെ സ്പർശിക്കുക, ഇങ്ങനെ നിങ്ങളുടെ ജീവിതം ശുദ്ധമായി തീർന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ശിശുപാലൻ, സാൽവൻ, പൗണ്ഡ്രകൻ തുടങ്ങിയ ആളുകളൊക്കെ ശത്രുഭാവത്തിലാണ് ഭഗവാനെ സ്മരിച്ചത്. എന്നിട്ടും അവർക്ക് മോക്ഷം ലഭിച്ചു എന്നിരിക്കെ സ്നേഹത്തോടെ എപ്പോഴും ഭഗവാനെ ഓർക്കുന്ന നിങ്ങൾ മുക്തരാവും എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അതുകൊണ്ട് മായ കൊണ്ട് ഈശ്വരത്വത്തെ മറച്ച മനുഷ്യഭാവത്തിൽ വിളങ്ങുന്ന ആ മരതകമണിവർണ്ണനെ മകൻ എന്നുള്ള ഭാവത്തിൽ മാത്രം കാണാതെ ബ്രഹ്മഭാവത്തിൽ കാണാൻ ശ്രമിക്കൂ. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന അസുരന്മാരെ സംഹരിക്കാൻ, സജ്ജനങ്ങളെ രക്ഷിക്കാൻ അവതരിച്ച ഭഗവാന്റെ കീർത്തി ലോകം മുഴുവൻ നിറഞ്ഞേക്കാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് മെല്ലെ എഴുന്നേൽക്കുകയാണ്. ദേവകീ വസുദേവന്മാർ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പറഞ്ഞു, ഈ പുണ്യ ഇതിഹാസം ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുകൾ മനസ്സിൻ്റെ മാലിന്യം തീർന്ന്
ബ്രഹ്മാവസ്ഥയിലേക്ക് ഭഗവത് പാദ പ്രാപ്തിയിലേക്ക് എത്തിച്ചേരും എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീടാണ് പറഞ്ഞത് ബ്രഹ്മാവ് പ്രജാപതികളോടുകൂടി ദ്വാരകയിലേക്ക് വരുന്നു, മഹാദേവൻ ഭൂതഗണങ്ങളോടുകൂടി വന്നിട്ടുണ്ട്, ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി എത്തി, ദ്വാദശാദിത്യന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ എന്നിങ്ങനെ പിന്നെ ഋഷീശ്വരന്മാർ, ഏകാദശരുദ്രന്മാർ സകലരും ദ്വാരകയിലേക്ക് വന്നു. ഭഗവാൻ അവർക്ക് ഏകാന്തത്തിൽ ദർശനം കൊടുത്തു. സ്വർഗത്തിലെ നന്ദനോദ്യാനത്തിലെ പൂക്കളെ കൊണ്ട് കെട്ടിയ മാല ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ കൊണ്ടുവന്നവരൊക്കെ അണിയിച്ചു. ഭഗവാനെ ഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു. ബ്രഹ്മാവാണ് സ്തുതിച്ചത് ഖേമായിട്ട്. ആ സ്തുതിയൊക്കെ ഭഗവാൻ കേട്ടു. അങ്ങനെ എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയുടെ ഭാരം തീർത്ത് അനുഗ്രഹിക്കാൻ ഞങ്ങൾ അന്ന് ആ പാൽക്കടലിൻ്റെ തീരത്ത് ഏകദേശം ഇവിടെ ഭൂമിയിൽ ഒരു 125 വർഷക്കാലം മുമ്പാണ് അങ്ങയുടെ അടുത്ത് വന്ന് ഇത് പ്രാർത്ഥിച്ചത്. അങ്ങ് യദുവംശത്തിൽ അവതരിച്ച് 125 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടുന്ന് ദേവന്മാർക്ക് വേണ്ടി ഭൂമിയിൽ ചെയ്യേണ്ടതായിട്ടൊന്നും ഉണ്ട് തോന്നുന്നില്ല, മനുഷ്യർക്കായിട്ടും ഒന്നും വേണ്ട. യദുവംശവും ബ്രാഹ്മണ ശാപം കൊണ്ട് നഷ്ടപ്രായമായി തീർന്നിരിക്കുന്നു. ഇനി ആ സ്വസ്ഥാനത്തിലേക്ക്, സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ യാദവന്മാരെ വീര്യം, ശൗര്യം, ഐശ്വര്യം എന്നിവ കൊണ്ട് ഇപ്പോൾ അഹങ്കാരികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ അങ്ങനെ തടഞ്ഞു നിർത്തിയേക്കാണ്. അവരെ സംഹരിക്കാതെ ഞാനിവിടുന്ന് പോയാൽ യാദവന്മാരെ അധർമ്മികളായിട്ട് തീരും, ഈ ലോകത്തെ നശിപ്പിക്കും. യദുകുലത്തിന് നാശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യദുവംശനാശത്തിന് ശേഷം ഞാൻ അവിടെ ആ വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചെത്താം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ദ്വാരകയിൽ പല പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങുന്നു. യാദവന്മാരോട് ഭഗവാൻ പറഞ്ഞു, ദ്വാരകയിൽ മാത്രമല്ല സകല ദിക്കിലും നാശത്തെ സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, നമുക്ക് പുണ്യതീർത്ഥമാകുന്ന പ്രഭാസത്തിലേക്ക് പോവാം. ദക്ഷൻ്റെ ശാപം കൊണ്ട് ക്ഷയരോഗം ബാധിച്ച ചന്ദ്രൻ പ്രഭാസത്തിൽ സ്നാനം ചെയ്തിട്ടാണ് ശാപമുക്തനായി തൻ്റെ നഷ്ടപ്പെട്ട കലകളെ തിരിച്ചെടുത്തത്. നമുക്കും ആ പുണ്യതീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യാം. പിതൃക്കൾക്ക് തർപ്പണം, ദേവന്മാർക്ക് പൂജ, അങ്ങനെയൊക്കെ ചെയ്യാം. ബ്രാഹ്മണർക്ക് അന്നദാനം, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആപത്തു നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എല്ലാവർക്കും അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം ഉദ്ധവന് നല്ലോണം മനസ്സിലായി. ഏകാന്തത്തിലിരുന്ന ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഉദ്ധവൻ ദണ്ഡ നമസ്കാരം ചെയ്തു. ഭഗവാനെ, അവിടുന്ന് ശാപത്തിലൂടെ യദുവംശത്തെ സംഹരിച്ച് ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. അവിടുത്തേക്ക് ബ്രാഹ്മണ ശാപത്തെ ഇല്ലാതെയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ശാപവും ഈ ദ്വാരകയിലേക്ക് അവിടുന്ന് ഉള്ളിടത്തോളം കാലം കൊണ്ട് കടന്നു വരില്ല. അപ്പോൾ ബ്രാഹ്മണ ശാപത്തെ മാറ്റി തീർക്കാൻ അങ്ങ് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണോ ഭഗവാനെ? ഉദ്ധവൻ ചോദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതൽ കുലം ന്യൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നയതീശ്വര. എനിക്ക് നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ മയമാമപി. എനിക്ക് അരനിമിഷം പോലും അവിടുത്തെ പാതാരവിന്ദങ്ങളെ വിട്ട് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇരിക്കുകയും നടക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാ പ്രവൃത്തികളിലും അങ്ങയോടൊപ്പം ജീവിച്ചു പോന്ന എനിക്ക് അവിടുത്തെ പിരിഞ്ഞുള്ളൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും വയ്യ. അങ്ങയുടെ ആ നിവേദ്യം, ആ ഉച്ഛിഷ്ടം ഭുജിച്ച് നിർമാല്യത്തെ ധരിച്ച് ദാസ്യഭക്തിയിലൂടെ മായയെ ജയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മനുഷ്യരൂപേണ അവിടുന്ന് ചെയ്ത ലീലകളെ വീണ്ടും വീണ്ടും കേട്ടും കീർത്തിച്ചും അനുമോദിച്ചും ഭക്തിയെ വളർത്തി അജ്ഞാനത്തെ അതിക്രമിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. അവിടുന്ന് ആ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകാൻ കനിവുണ്ടാവണം എന്ന് പറയുന്നു. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചും കൊണ്ട് നൽകുന്ന ഉപദേശം, ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ഭൂത ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യമുദ്ധവം സമഭാഷത. ഉദ്ധവനോട് പറഞ്ഞു. ആ ഭഗവാന്റെ അരുളപ്പാട്, ആ വാണികളാണ് നമ്മൾ ഉദ്ധവോപദേശം എന്നുള്ള രീതിയിൽ അനുസ്മരിക്കാൻ പോകുന്നത്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ മുതൽ അനുസ്മരിക്കാം. 7-ാമത്തെ അധ്യായം മുതൽ
9-ാമത്തെ അധ്യായം കൂടി ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അതൊക്കെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ വാക്കുകളായി അതൊക്കെ നമുക്ക് അനുസ്മരിക്കാൻ, അനുഭവിക്കാൻ സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവത് പാദങ്ങളിൽ ഇന്നത്തെ ഈ അക്ഷരപൂജയെ സവിനയം സാദരം സബഹുമാനം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താ സുജനാ ഭവന്തു. ലോകാഃ സമസ്താ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.